അപ്പോൾ സുഹൃത്തുക്കളെ, കണ്ണേട്ടൻ വീണ്ടും യാത്ര തുടരുകയാണ്. കാടാമ്പുയ ക്ഷേത്രം മുതൽ മൂകാംബിക ക്ഷേത്രം വരെയാണ് കണ്ണേട്ടൻ്റെ യാത്ര. അപ്പോൾ എന്തായാലും കണ്ണേട്ടൻ്റെ സംഭവമാണ്. ഈ ഒരു വീൽ ചെയറിൽ കണ്ണേട്ടൻ വീൽ ചെയർ ഇങ്ങനെ തള്ളി വീൽ ചെയർ കൈകൊണ്ട് ഉരുട്ടിയിട്ട് ഞാൻ പോകുന്നത്. കണ്ണേട്ടൻ്റെ കാല് ആക്സിഡൻറ്റിൽ മുറിഞ്ഞു പോയതാണ്. എന്താ നിങ്ങൾ ഈ ഒരു വീൽ ചെയറിലെ യാത്രയുടെ ഉദ്ദേശം? ഞാൻ ഒരു ആഗ്രഹം സാധിക്കണം എന്നൊരു ആഗ്രഹം. അതായത് കാടാമ്പുഴന്ന് മൂകാംബിക വരെ വീൽ ചെയറിൽ പോകണമെന്നൊരു ആഗ്രഹം. കാലിന് എന്ത് സംഭവിച്ചാ? ഇതൊരു ചെറിയൊരു ആക്സിഡൻറ്റ്. അത് സംഭവിച്ച് 2013 ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വീൽ ചെയറിൽ ഇത്രയും ദൂരം ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണേ? ഒറ്റയ്ക്ക് നമ്മളെ ഒരു സന്തോഷം, ഈ ആഗ്രഹമാണ്. നമ്മൾ വീൽ ചെയറിൽ ഉന്തി ഇങ്ങനെ പോകുമ്പോൾ പല സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ പോലത്തെ ആൾക്കാരെ കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ, അതാണ് നമുക്ക് മെയിൻ. വീട് ശരിക്കൂടെ? ഞാൻ ശരിക്ക് എടവണ്ണപ്പാറ, ഓമാനൂർ, തടപ്പറമ്പ്, ആമനങ്കാട്ട് ചാലിൽ. എൻ്റെ പേര് കണ്ണൻ. മൂകാംബിക ക്ഷേത്രത്തിൽ ഈ വീൽ ചെയർ ഉന്തിയിട്ട് അല്ലെങ്കിൽ ഈ വീൽ ചെയറിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ എത്ര സമയം കൊണ്ട് എത്തുന്ന ധാരണ ഉണ്ടോ? അത് സുമാർ ചിലപ്പോൾ ഒരു മാസം പിടിക്കും, ചിലപ്പോൾ ഒരു മാസത്തിന് മുന്നേ പോവാം. അങ്ങനെ കണക്കൊന്നുമില്ല. നമ്മൾ യാത്രയെ അനുസരിച്ച്. ഇപ്പോൾ വൈകുന്നേരം മഴയാണല്ലോ, സൈഡാണ്. 6 വണ്ടി സൈഡാക്കും. പിന്നെ പിറ്റേ ദിവസം ഒരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ബോഡിക്ക് ഒരു എനർജിയാണ് യാത്ര ചെയ്യുമ്പോൾ. അതാണ്. നിങ്ങളെ നാട്ടിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ട്? ഓ, സപ്പോർട്ട് ഉണ്ട്. എല്ലാ ആൾക്കാരും സപ്പോർട്ട് ഉണ്ട്. വീട്ടിലെ സപ്പോർട്ട് ഉണ്ട്, എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. മരുമക്കളെ സപ്പോർട്ട് ഉണ്ട്, മക്കളെ സപ്പോർട്ട് ഉണ്ട്, പിന്നെ നാട്ടുകാർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ വേറെ ഇന്ന പോലത്തെ ഇന്നസെസ്സുകാർ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടാവുള്ളൂ. അതും നമുക്ക് കണക്കും. അപ്പോൾ അവർക്കും ഇങ്ങനെ ഒരു കണ്ണേട്ടൻ പോയി എന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവണം. ജീവിതമാർഗ്ഗമൊക്കെ എങ്ങനെ? ഞാൻ ഉത്സവപ്പറമ്പിലെ കച്ചവടത്തിന് പോകും, ബലൂൺ, ഹൈഡ്രജൻ ബലൂൺ കച്ചവടത്തിന് പോകും. ഈ ഒരു യാത്ര എന്ന് പറയുമ്പം ഇപ്പം കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ യാത്രക്ക് ഇറങ്ങി തിരിക്കുമ്പം വീട്ടുകാർക്കൊരു ഭയമൊക്കെ ഉണ്ടാവില്ലേ? ഓ, അതൊന്നും ഉണ്ടാവും. ചിലപ്പോൾ എന്നും വിളിക്കും. ഇന്നിപ്പോൾ ഇന്ന് രാവിലെ വിളിച്ച് ഭാര്യ നിങ്ങളെവിടെ എത്തി, എന്താണ് ചായ കുടിച്ചെന്ന് ചോദിച്ച്. വലിയ മോള് വിളിച്ച്, രണ്ടാമത്തെ മോള് വിളിച്ച്, രണ്ടാമത്തെ മരുമോനും വിളിച്ച്. ഒക്കെ നമ്പർ എടുത്തിന് ഓരോ എപ്പോഴും വിളിക്കും. വൈകുന്നേരം 6 മണിയായ വലിയ മരുമോനും വിളിക്കും, ചെറിയ മരുമോനും വിളിക്കും. 4 ആൾ വിളിക്കും. പൈസ ഭാര്യ എനിക്ക് തന്നതിന് കുറച്ച് പൈസ, അത് കീശയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്രയും ലോങ് യാത്രക്ക് ഈ ഒരു വണ്ടി സേഫ്റ്റി ആണോ? ഇത് നമ്മളെ ഈ വണ്ടി കാടാമ്പുഴ വെട്ടിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കഴിഞ്ഞ നമ്മൾ നബിദിനത്തിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് അവർ സമ്മാനിച്ച വീൽ ചെയർ. അപ്പൊ എന്തായാലും കണ്ടിട്ട് വളരെ സന്തോഷം. നിങ്ങൾ കണ്ടേലും ഈ ഒരു യാത്രക്കും നമ്മളെ എല്ലാവിധ ആശംസകളും. യാത്ര നല്ല സുഖമായി മുന്നോട്ട് പോകട്ടെ. ഇനിയും കൂടുതൽ യാത്രകൾ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ.